അഡ്വക്കേറ്റ് വിനോദ് സൻ പുതിയുഗ മുഖ്യമന്ത്രിയുടെ വളരെ അടുപ്പമുള്ള ആളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ മാധ്യമ വിഭാഗത്തിൻ്റെ ഒരംഗമാണ്. ഈ മാധ്യമങ്ങളാണ് പലപ്പോഴും മുഖ്യമന്ത്രിമാരെ കുഴിയിൽ കൊണ്ട് ചാടിക്കുന്നതെന്ന് പിണറായി വിജയൻ്റെ അനുഭവം നല്ലതുപോലെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എം വി നികേഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സൈബർ വിഭാഗം ഉൾപ്പെടെ മാധ്യമ വിഭാഗം പാടിപ്പുകഴ്ത്തലുകൾ കൊണ്ടെന്ന് സൂര്യനാണെന്നും കാരണഭൂതനാണെന്നും ഒക്കെയുള്ള ആ ഒരു പ്രശംസാ വചനങ്ങൾ കൊണ്ട് അവസാനം ഇപ്പോൾ എവിടെ കിടക്കുന്നു? നടുക്കടലിൽ കിടന്ന് കയ്യും കാലും ഇട്ടടിക്കുക കപ്പിത്താൻ അല്ലേ? അതുപോലെ ഈ മാധ്യമങ്ങളെ കുഴിയിൽ ചാടിക്കാതിരിക്കട്ടെ പുതിയുഗ മുഖ്യമന്ത്രിയെ. അപ്പോൾ പുതിയുഗ മുഖ്യമന്ത്രിയുടെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാതെ ഇരിക്കാൻ കഴിയില്ല. അദ്ദേഹം വളരെ വായനാശീലമുള്ള മനുഷ്യനാണ്. അതുപോലെ തന്നെ ഊർജ്ജസ്വലനായിട്ടുള്ള യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള ഒരു മുഖ്യമന്ത്രിയുമാണ്. മറ്റേതിൽ നിന്ന് വലിയൊരു ജുക്സ്റ്റാപ്പോസ് ചെയ്യാൻ പറ്റുന്ന മുഖ്യമന്ത്രിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത 2 സ്വപ്ന തുല്യമായിട്ടുള്ള തീരുമാനങ്ങൾ, അതായത് ആശാവർക്കർമാർക്ക് വേണ്ടി അനുവദിച്ച 3000 രൂപ, അതുപോലെ തന്നെ മറ്റ് അനുബന്ധ തൊഴിലാളികൾക്ക്, അതുപോലെയുള്ള തൊഴിലാളികൾക്ക്, പാചക തൊഴിലാളികൾ, അംഗൻവാടി, അതിനു വേണ്ടിയിട്ടുള്ള 1000 രൂപ, അതുപോലെ അടുത്ത മാസം തന്നെ ബസ് യാത്ര സൗജന്യമാവും സ്ത്രീകൾക്കെന്നുള്ള പ്രഖ്യാപനം. ആ പ്രഖ്യാപനങ്ങളെല്ലാം കേരളീയ മനസാക്ഷി വളരെ സന്തോഷത്തോടു കൂടി ഏറ്റുവാങ്ങുന്ന ആ പ്രഖ്യാപനങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ സംശയവുമില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രി ആ കസേരയിലിരിക്കാൻ 11 ദിവസത്തെ അഹോരാത്രമുള്ള ചർച്ചകൾ വേണ്ടി വന്നു ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പോഴും 24 മണിക്കൂറല്ല 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴും എന്തായി വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമായിട്ടുണ്ടോ? വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായി ആയി. ഫിഷറീസ് ആർക്കാണ്? ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചില്ല. വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായി. അത് ഗവർണർ കൊടുത്തിട്ടുണ്ട്. ഗവർണർ ഇന്നലെ ഇല്ലാത്തത് കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തത്. എനിക്ക് എൻ്റെ ഒരു ധാരണ ശരിയാണെങ്കിൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞിരിക്കും വകുപ്പുകളുടെ കാര്യത്തിൽ. പിന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി പദവിയെ സംബന്ധിച്ച് നോക്കൂ, നമ്മൾ ഈ ജനാധിപത്യ പാർട്ടി എന്ന് ആവർത്തിച്ച് പറയുന്നല്ല, ഞാൻ പറഞ്ഞ ഓരോ കക്ഷികൾക്കും അതിൻ്റെതായ ഒരു നടപടിക്രമമുണ്ട്. നമ്മൾ ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന പോലെ ഒരു നടപടിക്രമമുണ്ട്. താങ്കൾ എന്നെ വിളിക്കുന്നു, ആ ഒരു സിസ്റ്റം കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു നടപടിക്രമം പൂർത്തീകരിച്ച് വരുമ്പോൾ ഈ നമ്മൾ ഒരാളല്ല, നമ്മൾ ഒന്നിലധികം ആളുകൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ്. അല്ല നമ്മുടെ ചില മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ ഇതാ ഇന്നയാൾ പുതിയ പാർട്ടിയുടെ ഭരണഘടന എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതല്ല, ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് ചെറിയ ഡിലേ വന്നിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഞാൻ അതിനൊരു കൗണ്ടർ പറയുകയാണ്. കാരണം 100-ന് മുകളിൽ സീറ്റ് കിട്ടുമെന്ന് കോൺഗ്രസിലെ എല്ലാവർക്കും അറിയാമായിരുന്നു ഏറെക്കുറെ. അപ്പം അങ്ങനെ അവർ തന്നെ അധികാരത്തിൽ വരുമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നു. ഇതുകൂടാതെ CR നീലകണ്ഠനെ പോലുള്ളവർ മുഖ്യമന്ത്രി VD സതീശൻ പ്രവചിച്ചതിനേക്കാൾ തുല്യമായിട്ട് 102 എന്നുള്ള സംഖ്യ പറഞ്ഞു. വേറെയും ആൾക്കാരുണ്ട്. കോൺഗ്രസ് ജയിക്കുമെന്നുള്ളത് എല്ലാ സർവേകളിലും അറിയാവുന്ന കാര്യമാണ്. ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF വരാനുള്ള സാധ്യതയുണ്ടെന്നറിയാം. അന്നേ ഇതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു വെക്കണ്ടല്ലോ. 10 ദിവസം പിന്നെ എടുത്തതിലാണ് കൗണ്ടർ. അന്ന് തീരുമാനിക്കാൻ കഴിയില്ല. എന്ന് വെച്ചാൽ ഈ നടപടിക്രമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നിയമസഭാംഗങ്ങളുടെ മനസ്സറിയുക. അതനുസരിച്ചല്ലോ തീരുമാനം. അതനുസരിച്ച് അങ്ങനെയാണെങ്കിൽ കേസ് വീണ പോലല്ലേ നമ്മൾ അതിലേക്ക് പോകണ്ട. നമുക്ക് രണ്ടുപേർക്കും അറിയാത്ത കാര്യങ്ങളാണത്. അതെ, പക്ഷെ നിയമസഭാംഗങ്ങളുടെ ഒരു കമ്മിറ്റി വിളിക്കണം. ആ കമ്മിറ്റിയുമായിട്ട് നിരീക്ഷകർ പങ്കെടുക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നടപ്പിലായി വന്നതുകൊണ്ടാണ് ഒരു കാലവിളംബം വന്നത്. പക്ഷേ ലേറ്റായിട്ട് വന്നാലും നമ്മൾ ലേറ്റസ്റ്റായി കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് അങ്ങ് തന്നെ ആദ്യം പറഞ്ഞ ആ ഒരു സന്തോഷമുള്ള 2 തീരുമാനം. ഇന്ന് കുറച്ച് തീരുമാനങ്ങളും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളയിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുകയാണ്. മഞ്ഞക്കുറ്റികൾ എടുത്തു മാറ്റാൻ റവന്യൂ വകുപ്പിന് നിർദ്ദേശം കൊടുത്തു. വെരി ഗുഡ്. അതൊരു ബ്രേക്കിംഗ് ന്യൂസ് തന്നെയാണ്. മഞ്ഞക്കുറ്റികൾ മാറ്റുകയാണ്. ഡീനോട്ടിഫൈ ചെയ്തു കഴിഞ്ഞു. പ്രോജക്റ്റ് ഉപേക്ഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുന്നതിനുള്ള സർക്കാരിന്റെ ആലോചന ബഹുമാനപ്പെട്ട കോടതിയുടെ സമക്ഷം സമർപ്പിക്കും. അതിപ്പോ എവിടെ? മന്ത്രിസഭാ യോഗത്തിലുള്ള മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള മന്ത്രിസഭാ യോഗ തീരുമാനമാണ്. ഇന്നത്തെ ക്യാബിനറ്റ് ഡിസിഷൻ. ക്യാബിനറ്റിലെ തീരുമാനം. അപ്പൊ ഈ തീരുമാനങ്ങൾ ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട്, അതോടൊപ്പം തന്നെ UDFന്റെ പ്രകടന പത്രിക അതിൽ വളരെ പ്രാധാന്യത്തോട് നടപ്പിലാക്കേണ്ടതും 5 വർഷം കൊണ്ട് നടപ്പിലാക്കേണ്ടതും ഈ 2 കാര്യങ്ങൾക്കായിട്ട് പ്രത്യേക സമിതിയെ രൂപീകരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനവും മന്ത്രിസഭാ യോഗം സ്വീകരിച്ചിട്ടുണ്ട്. എന്ത് നടപ്പാക്കുന്നതിനാണത്? ഞങ്ങളുടെ
അത് പ്രകടന പത്രിക ഉണ്ടല്ലോ, സാധാരണ പ്രകടന പത്രികയിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയോ എന്നുള്ള ചോദ്യം അവസാനം ഇപ്പൊ ഞങ്ങൾ തന്നെ മോണിറ്ററിംഗ് കമ്മിറ്റി വരിക. മോണിറ്ററിംഗ് കമ്മിറ്റി അതിനേക്കാൾ പ്രധാനം ഇന്ദിരാ ഗ്യാരണ്ടി ആണല്ലോ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കേണ്ട നടപടിക്രമങ്ങൾ ബാക്കി 3 നടപ്പിലാക്കേണ്ട നടപടിക്രമങ്ങൾ, അതിന്റെ നടപടിക്രമങ്ങൾ അതടക്കം നടപ്പിലാക്കാനാണ് അടിയന്തരമായി 100 ദിവസം കൊണ്ട് നടപ്പിലാക്കാൻ പദ്ധതികളും 5 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ അടിയന്തരമായി 100 ദിവസ പ്രോജക്റ്റിലായിരിക്കും ഇന്ദിരാ ഗ്യാരണ്ടിയൊക്കെ വരിക. അതിന്റെ ഡീറ്റെയിൽഡ് വാർത്താക്കുറിപ്പ് ഉടനെ തന്നെ പുറത്തു വരും. അപ്പം ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ച് പുതുയുഗം എന്ന് ഞങ്ങൾ പറഞ്ഞ കാര്യം അതൊരു വാക്കിലല്ല, അത് ഒരുപക്ഷെ നമ്മുടെ വാട്ടർ ബോഡീസിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള വാഹന ഗതാഗതം അടക്കമുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ജനമനസ്സിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇനി ഞങ്ങൾ ചെയ്യേണ്ടവരാണ്. പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ ഇപ്പൊ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങളുടെ പ്രകടന പത്രികയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കന്മാരുടെ കയ്യിൽ ഞങ്ങൾക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. ഒരു പദ്ധതി വെച്ചിട്ടാണ് ഞങ്ങൾ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. അപ്പൊ പദ്ധതി ജനങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് 102 സീറ്റ്. ഈ 102 സീറ്റ് തന്നതുകൊണ്ട് ജനാഭിലാഷ പ്രകാരം ഈ പദ്ധതികൾ കാലവിളംബമില്ലാതെ നടപ്പിലാക്കാനാണ് ഞങ്ങളുടെ ടീം UDF മന്ത്രിമാർ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രമിക്കുന്നത്. പിന്നെ അധികമായാൽ അമൃതം വിഷം, അങ്ങ് ആദ്യം പറഞ്ഞു. വാഴ്ത്തുപാട്ടുകളുടെ ഒരു നീണ്ട നിര. ഞാൻ തന്നെ ഇന്നലെ എഴുതിയിരുന്ന ഒരു കാര്യമുണ്ട്. വേടൻ LDF 30, കാട്ടാക്കട മുരുകൻ, ആര്യാദയാൽ, ഇതുപോലെ കരിവെള്ളൂർ മുരളി തുടങ്ങിയിട്ടുള്ള അതിപ്രശസ്തരായിട്ടുള്ള ആളുകളുടെ മ്യൂസിക് ആൽബവുമായിട്ടാണ് ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. അതിനും ചുക്കാൻ പിടിച്ചത് നികേഷ് കുമാറാണ്. പക്ഷെ ഈ ഗായകരെ എല്ലാം അപ്രസക്തരാക്കിക്കൊണ്ട് നമുക്ക് ഇത്രയും കാലം അറിഞ്ഞുകൂടാത്ത ഒരാൾ എഴുതിയ പാരഡി പാട്ട്, ഈ സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറഞ്ഞു വന്നതുപോലെ ഈ വാഴ്ത്തുപാട്ടുകൾ അധികമാകുമ്പോൾ സാഹിത്യകാരന്മാരെ നമ്മൾ ആരെയും കളിയാക്കി പറയുന്നതല്ല, ഇവരെല്ലാം എഴുതുന്നത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം, രാജാവിന്റെ കാലത്ത് തുടങ്ങിയാണ്. ആ വെട്ടിൽ വിഴാതിരിക്കാൻ വിനോദ് തന്നെ ഞാനൊരു സംശയം ഇടപെട്ട് ചോദിച്ചോട്ടെ. അത് ഈ വാഴ്ത്തുപാട്ടേക്കാരും സ്വർണം കട്ടവൻ ആരപ്പ എന്ന് ചോദിച്ചാൽ അയ്യപ്പനെ കൂടുതൽ ആശ്രയിക്കുന്ന മതത്തിൽ പെടാത്ത ഒരാളായിട്ട് പോലും അദ്ദേഹം എഴുതി. അവർക്കും വിശ്വസിക്കാവുന്ന ഒരു ദൈവമാണ്, പോകാവുന്ന ഒരു ദൈവമാണ്. അദ്ദേഹം എഴുതിയ പാട്ടിനേക്കാളും മഹത്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ അയ്യപ്പൻ തന്നെ. അയ്യപ്പൻ കൊടുത്ത ഒരു ശിക്ഷയായിട്ടും നമുക്കതിനെ വ്യാഖ്യാനിച്ചുകൂടെ? അയ്യപ്പനോട് എപ്പോൾ ഇവരിങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? പാർലമെന്റ് കനൽ ഒരു തരി പോരെ എന്ന് ചോദിക്കേണ്ടി വന്ന ഗതികേടിലേക്ക് അവരെ നയിച്ച പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരൊറ്റ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി. ഇവിടെയും അതുപോലെ കിട്ടിയിരുന്ന സീറ്റിന്റെ 1/3 പോലും കിട്ടാതെ പിണറായി വിജയൻ എന്ന് പരിഹസിക്കപ്പെടുന്ന ഒരു കഥാപാത്രമായി അവരുടെ പാർട്ടി കമ്മിറ്റികളിൽ തന്നെ മാറി വിട്ടിട്ട് മാറടോ പ്രതിപക്ഷ ചെയർ എന്ന് പറയുന്ന അവസ്ഥ എത്ര ദയനീയം. അയ്യപ്പനല്ലാതെ ആർക്കാണ് അത്തരം ഒരു കടുത്ത ശിക്ഷ നൽകാൻ കഴിയുക? മതത്തെ രാഷ്ട്രീയത്തിൽ സമർത്ഥമായി ഇടപെടുവിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു കരുനീക്കമായിരുന്നു. ആദ്യം അത് നവോത്ഥാനം എന്ന പേരിൽ ഒരു കോടതി വിധിയുടെ മറവിൽ ചിരപുരാതനമായ ഒരു ആരാധനാലയത്തിന്റെ ആചാരക്രമങ്ങളെ അട്ടിമറിക്കുന്ന ഒരു വിഷയമായി ആദ്യം കൊണ്ടുവന്നു. അതിനവർ ഇട്ട ഓമന പേരെന്ന് പറയുന്നത് നവോത്ഥാനം എന്നായിരുന്നു. ഒരു നവോത്ഥാന നായകന്മാരും ഗുരുദേവൻ മുതൽ സഹോദരൻ അയ്യപ്പൻ മുതലുള്ള ഒരു ചട്ടമ്പി സ്വാമികൾ മുതൽ കേരള വാഗ്ഭടാനന്ദൻ അടക്കമുള്ള നവോത്ഥാന പ്രതിഭകൾ ആരും ഈ പറയുന്ന ശബരിമല ശാസ്താവിന്റെ ആചാരക്രമങ്ങളെ ചോദ്യം ചെയ്തവരല്ല. അവരാരും ചോദ്യം ചെയ്തു. പക്ഷെ ഇപ്പോ അഭിനവ നവോത്ഥാനവാദികൾ ശബരിമലയിൽ ആചാരക്രമങ്ങൾ നവോത്ഥാനവാദികൾ അങ്ങനെയാകാം ജനാധിപത്യമാണല്ലോ. അപ്പൊ അവര് ആദ്യം അയ്യപ്പന്റെ ആചാരക്രമങ്ങളെ ഇത് പങ്കിലമാണ്, ഇത് നിഷേധിക്കണം, കാലാനുസൃതമായി പരിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മതത്തെ ആയുധമാക്കാൻ നോക്കിയപ്പോൾ കനൽ ഒരു തരിമതി എന്നുള്ളതിൽ ഒതുങ്ങി. തൊട്ടടുത്ത് അവർ വീണ്ടും ചെയ്തത് എന്താണ്? ഒരു യു-ടേൺ എടുത്തു. ആഗോള അയ്യപ്പ സംഗമം. ആഗോള അയ്യപ്പ സംഗമം സംഘടിച്ചുകൊണ്ട് അവര് ഒറ്റയടിക്ക് ആചാര സംരക്ഷകരാകുകയും കേരളത്തിൽ നമ്മൾ മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ മുഴുവൻ ഒരു മുസ്ലിം വിരോധം. മുസ്ലിം മലയാളികളാണ് ഇവിടെ ഇവിടെ ജീവിക്കുന്ന 3.25 കോടിയിലധികം വരുന്ന എല്ലാ മനുഷ്യരും, അവർ ഏത് ജാതി മതത്തിൽ വിശ്വസിക്കട്ടെ, ഇവരെല്ലാം മലയാളികളാണ്. ഈ മലയാളികൾക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ഈ മണ്ണ്. പക്ഷേ നമ്മൾ അതിനകത്ത് ഒരു
കൃത്യമായിട്ട് നമുക്കറിയാം, ഹിന്ദു പത്രത്തിൽ വന്ന ഒരു ലേഖനം മുതൽ AK ബാലൻ മുതൽ നമ്മുടെ സജി ചെറിയാൻ മുതൽ, ഞാൻ മറ്റാളുകളെ പറയുന്നില്ല, അത് പക്ഷെ CPM-നകത്ത് നിന്നുകൊണ്ട് കൃത്യമായിട്ട് സവർണ വോട്ടുകളിലൂടെ, ഭൂരിപക്ഷമുള്ള ഹൈന്ദവ വോട്ടുകളിലൂടെ ജയിച്ചു വരുന്നതിന് വേണ്ടി നടത്തിയ അതിഹീനമായ ശ്രമത്തിന് മതേതര കേരളം കൊടുത്ത, മതവിശ്വാസികളാണ് കേരളീയർ, പക്ഷെ മതേതര കേരളം കൊടുത്ത മറുപടിയാണ്. കാരണം അയ്യപ്പനും അപ്പുറത്ത് ഈ പറയുന്ന മക്കയിൽ പോകുന്നവനും ഞങ്ങൾക്ക് തമ്മിൽ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ വിരോധങ്ങളില്ല, ഞങ്ങളുടെ ആചാരങ്ങൾ ഞങ്ങൾ സംരക്ഷിച്ചോളാം, നിങ്ങൾ ഞങ്ങളെ കച്ചവട ചരക്കാക്കരുത് എന്ന്. ഓക്കെ, ശരി, വളരെ നല്ലൊരു ആശയമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ മുഖ്യമന്ത്രി ഞാൻ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോകില്ലെന്ന് ധൈര്യമായിട്ട് പറഞ്ഞ, കേരളത്തിലെ യുവാക്കളുടെയും മതനിരപേക്ഷക്കാരുടെയും കൈയടികൾ വാങ്ങിയ മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് ഉടനെ ആദ്യമായിട്ട് പോയിട്ട് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലെ തന്നെ ഒരു അവാന്തര വിഭാഗത്തിൻ്റെ ബിഷപ്പ് ഹൗസിലേക്ക് പോയിട്ട് അതൊരു പ്രീണനമായിരുന്നില്ല? എന്തിനു വേണ്ടി അങ്ങനെ പോകണം? ഒരു മുഖ്യമന്ത്രി, ബിഷപ്പ് അങ്ങോട്ട് വരണം, എബ്രഹാം മലയിലേക്ക് പോകണം, മല എബ്രഹാമിലേക്കല്ല വരേണ്ടത്. മുഖ്യമന്ത്രിയുടെ വലിപ്പം മനസ്സിലാക്കണം. ഏതൊരു ബിഷപ്പിനേക്കാൾ, ഏതൊരു ബിഷപ്പിൻ്റെയും അതിനു മുകളിലുള്ള ഏതൊരു തന്ത്രിയുടെയും മുഖ്യമന്ത്രിയാണ് ഈ മുഖ്യമന്ത്രി. എന്തിനൊരു ഹൗസിലായിട്ട് അദ്ദേഹം ചുരുക്കണം തൻ്റെ ഈ നിരങ്ങൾ? അദ്ദേഹം തന്നെ ഇന്നതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേരിൽ വരുന്ന തിണ്ണ നിറങ്ങില്ല എന്ന സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നും, അത് ശരി, പറഞ്ഞിട്ടില്ല എന്നും, മറിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം എടുത്തു പറഞ്ഞു, തിരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ വോട്ടിന് വേണ്ടി എനിക്കെതിരെ വ്യക്തിപരമായി വരെ അധിക്ഷേപിച്ചു കൊണ്ടുവന്നിടത്ത് ഒരിടത്തും ഞാൻ മതേതര മൂല്യങ്ങളെ ബലി കഴിച്ചുകൊണ്ട് വോട്ടിന് വേണ്ടി സന്ധി ചെയ്യാൻ പോയിട്ടില്ല. പക്ഷേ ഈ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ച ആരുടെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല, വ്യക്തിപരമായി അധിക്ഷേപിച്ച ആളുകളെ പോലും കേരളീയ സമൂഹത്തിന്റെ ബിംബങ്ങളായി തുടരുന്ന മുഴുവൻ ആളുകളെയും ഞാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് പോയി തന്നെ കാണും. ചേർത്ത് പിടിക്കലാണ് എൻ്റെ രാഷ്ട്രീയം. അതിൽ ഞാൻ ഈ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലും ഒരാളെയും ഞാൻ മാറ്റി നിർത്തില്ല. ചുരുക്കി പറഞ്ഞ യാത്രകൾ കുറെ ചെയ്യേണ്ടി വരും, പോകേണ്ടി വരും, കണിച്ചുകുളങ്ങര പോകേണ്ടി വരും. നമ്മൾ യാത്രകൾ അവസാനിക്കുന്നില്ല. പോകുന്ന വഴിയിലെല്ലാം കാണേണ്ടവരെല്ലാം കണ്ട് തന്നെയാകും പോവുക. അങ്ങനെയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കാനാണ് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചക്കാരൻ എന്ന രീതിയിൽ ഒരു വിളി വരികയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ കണ്ണൂരിലെ ഈ നമ്മുടെ, എനിക്ക് ആ കൃത്യമായിട്ട് വാക്ക് പറയാൻ അറിയില്ല, കൃത്യമായിട്ടുള്ള ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടിയെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ രക്ഷകർത്താവ് വിളിച്ചിട്ട് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ കാണണം എന്ന് CM-ന്റെ ഓഫീസിൽ ആവശ്യപ്പെടുകയാണ്. ഞാൻ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് എഴുന്നള്ളിക്കുന്നത്. പക്ഷെ അത്തരത്തിൽ ആളുകളുടെ മനസ്സിൽ ആഴത്തിൽ VD സതീശനുണ്ട്. അപ്പൊ ആ ഒരു കുട്ടിക്ക് പോലും VD സതീശൻ എന്ന വ്യക്തിയുടെ പുറത്ത് എനിക്കൊരു അവകാശമുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് എനിക്ക് കാണണം എന്ന് പറഞ്ഞു വരികയാണ്. ആ ഒരു വൈകാരിക ബന്ധം അത് അദ്ദേഹം എല്ലാവരുമായിട്ടും, നിങ്ങൾ ഈ പറഞ്ഞ ആളുകൾ അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ്. നമ്മുടെ നെറ്റോ തിരുമേനി ആയാലും ക്ലിമിസ് ബാവയായാലും, നമ്മുടെ അതിനു മുമ്പ് അവിടെ വന്ന ആരാ, ശിവഗിരിയിലെ സന്യാസി വര്യന്മാർ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു മാത്രമല്ല, ആദ്യം ബ്ലസ് ചെയ്യാനാ വന്നവർ, ബ്ലസ് ചെയ്യാൻ അവരുടെ ഡിമാൻഡ്സ് പറഞ്ഞു എന്നുള്ള അവസ്ഥ. അപ്പോഴും CM പറഞ്ഞു എന്നാണ് അറിഞ്ഞത്, ഞാൻ അങ്ങോട്ട് വരും, ഞാൻ അവിടെ വരും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇനി വാർത്തകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. CM ഈ പറഞ്ഞ എല്ലാവരെയും പോയി കാണും. തുടക്കം മാത്രമാണ്, തുടരുമെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് തീർച്ചയായിട്ടും വിനോദ് സാറിൻ്റെ മാധ്യമ സെല്ല് ആയതുകൊണ്ട് തന്നെ കൺവിൻസിംഗ് ആയിട്ടുള്ള ഉത്തരങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഈ മീഡിയ സെല്ലിൽ വല്ല മാറ്റവും ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടാക്കുമോ, എങ്ങനെയായിരിക്കും അതിൻ്റെ മീഡിയ സെല്ലിൻ്റെ ഒരു ഘടന എങ്ങനെയായിരിക്കും? താങ്കൾ മീഡിയ സെല്ലിൽ പ്രവർത്തിക്കുന്ന KPCCയുടെ മീഡിയ സെല്ല് ദീപ്തി മേരി വർഗീസിന്റെ കീഴിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളെ കൂട്ടത്തിലുള്ള ആരും തന്നെ മിതത്വം വിട്ട് രാഷ്ട്രീയത്തിൽ ആരെയും അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്നാണ്, പോകാൻ പാടില്ല എന്നുള്ളതാണ് ലക്ഷ്മണരേഖയാണ്. മാധ്യമപ്രവർത്തകർ പറഞ്ഞ VD സതീശൻ എന്ന് പറഞ്ഞ എൻ്റെ വളരെ ദൂരദർശനം പതിവായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു നല്ലൊരു ഡിബേറ്റർ ആയിരുന്നു. ഞാനീ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി അല്ല, വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. നമ്മള് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ കാരണഭൂതൻ ടൈപ്പിലേക്ക് കോൺഗ്രസ്
പോകില്ല. കാരണം ഇതിനകത്ത് തന്നെ ഞങ്ങൾക്ക് വിമർശനത്തിനുള്ള, പരസ്യമായി മുഖ്യമന്ത്രിയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതുകൊണ്ട് ടീം UDF തിരുത്താൻ ജനപക്ഷത്ത് എപ്പോഴും കോൺഗ്രസും കൂടെ കോൺഗ്രസ് ദീപ്തി മേരി വർഗീസ്, എനിക്ക് തോന്നുന്നു ദീപ്തി വർഗീസിനെ അവിടെ കൊച്ചിയിൽ മേയറാക്കാൻ വേണ്ടി VD സതീശന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നലും അത് നടന്നില്ല എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇതിന്റെ ഒരു സെല്ലിന്റെ ഹെഡ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ്. അപ്പോൾ ദീപ്തി ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ദീപ്തിയും പണ്ട് തൊട്ടേ ദൂരദർശനിൽ ഡിബേറ്റിന് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഈ പുതിയ നവയുഗ ചാനലുകളൊക്കെ വരുന്നതിന് മുമ്പേ സതീശ് സാധാരണക്കാരനായിട്ട് പതിവായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. നമുക്ക് നന്ദിയുണ്ട് അവരോടൊക്കെ. പക്ഷേ ദീപ്തി മേരി വർഗീസിനെ കുറച്ചുകൂടി ഉയർന്ന ഏതെങ്കിലും ഒരു പദവിയിലേക്കുള്ള ഒരു പ്രൊമോഷൻ കിട്ടും. സർക്കാർ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഓക്കെ, തുടങ്ങിയതേ നല്ല പദവികളിലേക്ക് അവരുടെ സുദീർഘമായ ഒരു KSUവിൽ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതമാണ്. പോലീസിന്റെ അടി കൊണ്ട് ഇവിടെ കടന്ന ചുരുക്കം ചില KSUക്കാരെ ഉയർന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും AD തോമസിന്റെ കാര്യം നമ്മൾ ഓർക്കുന്നു. അതുപോലെ ഒരാളായിരുന്നു ദീപ്തി മേരിയും. ഇവിടെ പോലീസിന്റെ അടി കൊള്ളാൻ വേണ്ടിയിട്ട് വന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ വന്ന് അടി വാങ്ങിയിട്ടുള്ള ആളുമാണ്. അടി വാങ്ങി ഏകദേശം പേരും ആയി കഴിഞ്ഞു. നമ്മുടെ അബിൻ വർക്കി, നമ്മുടെ അഭിജിത്ത് അബിൻ വർക്കി ഇത് മാത്രമല്ലല്ലോ, അദ്ദേഹം എന്തൊരു സംവാദകനാണ്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ തന്നെ വേണ്ടവർക്ക് ചേർത്ത് പിടിക്കും. അതാണ് ചേർത്ത് പിടിക്കും എന്നുള്ള ഒരൊറ്റ വാക്കാണ് താങ്കൾ ഉപയോഗിക്കുന്നത്. ആ ചേർത്ത് പിടുത്തം അത് വളരെ മഹത്തായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഒന്നും മറക്കില്ല, വാക്ക് പാലിക്കും എന്ന് പറഞ്ഞാണ് ആശാമാർക്കുടെ. അദ്ദേഹം ആ വാക്ക് പാലിക്കുന്നത് തന്നെ ആയിരിക്കും അദ്ദേഹത്തിന്. ആശമാരുടെ വിഷയത്തില് ഞങ്ങൾ എപ്പോഴും പറയുന്നത്, ആശ എന്ന് പറയുന്ന ഇപ്പോൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഒരു ആരോഗ്യ ശൃംഖല ഇന്ത്യയിൽ കൊണ്ടുവന്നത്. അത് ഏറ്റവും ഫലപ്രദമായി ഞാൻ പറയുന്നത് ഏറ്റവും ഫലപ്രദമായിട്ട് നടപ്പിലാക്കിയത് കേരളമാണ്. അതിന്റെ താഴോട്ട് ഈ ആരോഗ്യ മേഖലയിൽ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ താഴെ പ്രവർത്തിക്കുന്ന ആശമാരെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിച്ചത് NRHM പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സർക്കാരാണ്. ഓക്കെ, ഇനിയിപ്പോ എബോള വരിക, അടുത്ത പാൻഡമിക് വരാൻ തുടങ്ങും. ആശ നമുക്ക് വേണം. ചുരുക്കി പറഞ്ഞ നമ്മുടെ സമയം കഴിയുന്നതുകൊണ്ട് നമുക്ക് ആശ ബാക്കിയുണ്ട് ഈ ഗവൺമെന്റിൽ എന്ന് പറയാം. അവസാനം വരെ അതെ, തീർച്ചയായിട്ടും ആ ഒരു ആശാകിരണമാണ് എന്ന് പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളുന്നത്. ആ ആശാകിരണം അവിടെ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് തിരുത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ വിമർശിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ ഞങ്ങൾ നിരന്തരമായി അഭിമുഖീകരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഒരിക്കലും സ്തുതി പാടാൻ വരികയില്ല എന്നുള്ള ഞാൻ പ്രത്യേകിച്ച് അവിടെ ജവഹർലാൽ നെഹ്റു കാർട്ടൂൺ ശങ്കരനോട് പറഞ്ഞ അതേ സിദ്ധാന്തം തന്നെയാണ് പറയാനുള്ളത്. വിമർശനം നിർത്തരുത്, തുടർന്നുകൊണ്ടേയിരിക്കണം. തുടരും.